നമസ്കാരം. മീനാക്ഷി പാചകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മീനാക്ഷി പാചകത്തിന്റെ എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി. എല്ലാവരും മീനാക്ഷി പാചക ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിത് തയ്യാറാക്കാൻ പോകുന്ന വിഭവം ബട്ടൂര. ഈ ബട്ടൂരയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇന്നത്തെ പാല് ചായക്കെടുത്തപ്പം പിരിഞ്ഞുപോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളിന്ന് ഒരു പ്രത്യേക ഒരു വിഭവം തയ്യാറാക്കാമെന്ന് വെച്ചു. ബട്ടൂര പിരിഞ്ഞ പാല് കൊണ്ട് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമോ? ചീസൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് അതിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് നമുക്ക് ബട്ടൂര തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് പാചകത്തിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് 3 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 1 കപ്പ് പാല്, നമ്മൾ ആ പിരിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന പാല് 1 കപ്പ് എടുത്ത് ഇതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ സോഡാപ്പൊടി ചേർത്ത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തു. ഇതിലേക്ക് പാകത്തിന് ഉപ്പിടുക. ഇനി നമുക്കിതൊഴിച്ച് കുറേശ്ശെ ഒഴിച്ച് നമുക്കത് പൂരിയുടെ പാകത്തിൽ കുഴച്ചെടുക്കാം. അപ്പോൾ അതിലേക്ക് 1 കപ്പ് പോരായിരുന്നു അല്ലേ? അപ്പോൾ നമ്മൾ 1/2 കപ്പ് കൂടെ എടുത്തു. അത് കുഴച്ച് വെച്ചിട്ടുണ്ട്. ബട്ടൂരയ്ക്ക് ആവശ്യമായ മാവ് നമ്മൾ തയ്യാറാക്കി. ഇതെങ്ങനെ എടുത്തത്? 3 കപ്പ് മൈദയ്ക്ക് 1/4 കപ്പ് പിരിഞ്ഞ പാല്, 1/2 ടീസ്പൂൺ സോഡാപ്പൊടിയും പാകത്തിന് ഉപ്പും. അപ്പം നമ്മൾ ഇത് എത്ര മണിക്കൂറിന് വെക്കണം? നമുക്കിത് 1 മണിക്കൂർ മൂടി വെക്കാം. 1 മണിക്കൂർ നമുക്ക് മൂടി വെക്കാം. ശരി. മൂടി വെച്ചു. നമ്മുടെ മാവെല്ലാം ഇരട്ടിച്ച് വന്നിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിന് ടേസ്റ്റ് കൂടാനായിട്ട് 1 സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് പരത്തിയെടുക്കാം. ചെറിയ ഉണ്ടകളാക്കി എടുത്ത് പരത്തിയെടുക്കാം. ഓരോന്നായിട്ട് പരത്തി എടുക്കാം. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഓരോന്നിട്ട് കൊടുക്കാം. ബ്രൗൺ ആകുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. ഏകദേശം ഗോൾഡൻ ബ്രൗൺ ആയിക്കൊണ്ടിരിക്കുന്നു അല്ലേ? നമുക്കിനി ഇത് കോരാം. അപ്പോൾ നമ്മുടെ ബട്ടൂര തയ്യാറായിട്ടുണ്ട്. എല്ലാവരും മീനാക്ഷി പാചക ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.